Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണിത് തയ്യാറാക്കുക നോക്കാം. ഇതിനായി ഞാൻ 3 കിഴങ്ങ് ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്, 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലിയ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകാണ് അതിൻ്റെ എരിവ്. അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ബീൻസ് അതും ചതുരമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ടാണ് 2 എടുത്തത്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് സവാള, അതും ചതുരമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതല്ല, കോളിഫ്ലവറും ഒക്കെ നമുക്ക് വെജിറ്റബിൾസ് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 6 ഗ്രാമ്പു, 5 ഏലയ്ക്ക, ഒരു കഷ്ണം കറുകപ്പട്ട ഇത്രയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഏലക്കായും ഗ്രാമ്പും കറുകപ്പട്ടയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, സവാള, ഇത്രയും നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്കായും ടൊമാറ്റോയും ഇട്ടിട്ടില്ല, ഇതൊന്ന് വാടിയതിന് ശേഷം മാത്രമേ അത് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കുന്നത് ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 മതി, അല്ലെങ്കിൽ വലിയ പുളിയായിപ്പോവും. വെണ്ടയ്ക്ക ഇപ്പോൾ ചേർത്തിട്ടില്ല, വെണ്ടയ്ക്ക ഇപ്പോൾ ചേർക്കേണ്ട കാര്യം, വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് കലങ്ങിപ്പോവും. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വീണ്ടും നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ, 1.5 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിനൊപ്പം ഒരു 5-6 കശുവണ്ടി പരിപ്പും കൂടി ഇട്ട് അരച്ചാൽ
നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കാര്യം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായി അരച്ചെടുക്കണം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അല്പം കടുക് താളിച്ച് ചേർത്തേക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. താങ്ക് യു.